ഹലോ, ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഗോബി മഞ്ചൂരിയൻ അല്ലെങ്കിൽ കോളിഫ്ലവർ മഞ്ചൂരിയൻ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കോളിഫ്ലവർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബാറ്റർ ഉണ്ടാക്കി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ മൈദ, 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് ഒരു 1/4 കപ്പ് വെള്ളത്തിൽ അല്പാൽപമായി ചേർത്തിട്ട് ഇതുപോലെ ബാറ്റർ ഉണ്ടാക്കി എടുക്കുക. ബാറ്ററിൻ്റെ ഫൈനൽ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇതാണ്. ഒരു അല്പാൽപമായിട്ട് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ആക്കിയെടുക്കുക. ഞാനിവിടെ 1/4 കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഒന്ന് ഇതിലോട്ട് ചേർത്ത് നന്നായിട്ട് മസാലയിൽ തേച്ച് പിടിപ്പിക്കുക. പിന്നെ ഈ കോളിഫ്ലവർ ക്ലീൻ ആക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിനകത്ത് ഇൻസെക്ട്സ് ഒക്കെ വന്നിരിക്കാറുണ്ട്. അപ്പോൾ ഒരു അരമണിക്കൂർ നേരം ചെറിയ ചൂടുവെള്ളത്തിൽ അല്പം ഉപ്പും മഞ്ഞപ്പൊടിയും ചേർത്തിട്ട് ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കോളിഫ്ലവർ നന്നായിട്ട് ക്ലീൻ ആയിട്ട് കിട്ടും. നിങ്ങളുടെ ടൈമിനനുസരിച്ച് ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിനുശേഷം ഇതൊന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഒരു പാൻ എടുത്ത് ചൂടാക്കിയ ശേഷം അതിലേക്ക് ഡീപ്പ് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ നന്നായിട്ട് ചൂടായി ഉറപ്പുവരുത്തിയതിന് ശേഷം ഓരോ പീസുകളായിട്ട് ഇതിലോട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. ഒരുമിച്ച് വാരിയിട്ടിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ മൈദ എല്ലാം കൂടെ സ്റ്റിക്കായിട്ട് ഒരുമിച്ച് കൂടിയിരിക്കും. അപ്പോൾ സെപ്പറേറ്റ് തന്നെ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുമ്പോഴേക്കും ഇതുപോലെ നല്ല അടിപൊളി കളറായിട്ട് വരും. നല്ല ബ്രൗണിഷ് റെഡ് കളറായിട്ട് വരും. ആ സമയത്ത് ഇതൊന്ന് കോരി മാറ്റി വെക്കാം. ഞാനിപ്പോൾ ഇത് ചെറിയൊരു പാൻ ആയതുകൊണ്ട് തന്നെ 2 ബാച്ചായിട്ടാണ് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ അടുത്ത ബാച്ച് ഇട്ട് കൊടുക്കുകയാണ്. അതും കൂടെ ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പായ ഗോബി മഞ്ചൂരിയൻ പ്രിപ്പറേഷനാണ്. അതിന് വേണ്ടിയിട്ട് പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചോപ്പ് ചെയ്തേക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 5 വെളുത്തുള്ളിയുടെ അല്ലി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ പീസ് ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം അതിലേക്ക് ഒനിയൻ ചോപ്പ് ചെയ്തേക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസുള്ള ഒനിയൻ്റെ പകുതി ഭാഗമാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം അതിലേക്ക് 3 ടീസ്പൂൺ സോയ സോസ് ചേർത്ത് കൊടുക്കാം. 3 ടീസ്പൂൺ ചില്ലി സോസ്, ഗ്രീൻ ആയാലും മതി റെഡ് ആയാലും മതി. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കെച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. 1-2 പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഒരു മധുരവും എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത്. അപ്പോൾ ഉപ്പ് കൂടി പോവാതെ ശ്രദ്ധിക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഇതിലേക്ക് കട്ട് ചെയ്തേക്കുന്ന ക്യാപ്സിക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. ക്യാപ്സിക്കം ഞാൻ എപ്പോഴും അവസാനമാണ് ചേർക്കുന്നത്. ആ ഒരു ക്യാപ്സിക്കത്തിൻ്റെ ടേസ്റ്റൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ അവസാനം ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഉടനെ തന്നെ ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന കോളിഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 2 മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി മിക്സാക്കി എടുക്കുക. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതിനെ സെർവ് ചെയ്യാവുന്നതാണ്. സെർവ് ചെയ്യുന്ന സമയത്ത് ഒരല്പം മല്ലിയില കൂടെ മുകളിൽ വിതറുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റുമാണ്, കാണാൻ ലുക്കുമാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ബൈ.